പത്മനാഭൻ, ഇവിടെ കോടതി മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നൽകിയത്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, താങ്കൾ വായിച്ചു കാണുമല്ലോ. സിൻസ് വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് ദ പ്രിന്റ്, ഇലക്ട്രോണിക് ആൻഡ് സോഷ്യൽ മീഡിയ വിൽ ഷോ ഡ്യൂ റെസ്പെക്ട് ടു ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് in the society in a sensitive matter such as the present, we do not feel any need to pass a formal order restraining the media in this regard. അതായത് മാധ്യമങ്ങൾക്ക് മേൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി ഇറക്കിയിട്ടില്ല. അതിന് കാരണം കോടതി പറയുന്നത് ഈ അതിജീവിതകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി മാധ്യമങ്ങൾ പെരുമാറും എന്നത് മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് കോടതി അങ്ങനെ മാധ്യമങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായ രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി എന്നതാണോ ഇന്നിപ്പോൾ ഈ അതിജീവിത ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ ആരോപണ വിധേയരാരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്ത് പുറത്തു വന്നത്? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അതിൽ നിയമപരമായി എന്തൊക്കെ വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ നിയമപരമായി എന്തൊക്കെ നടപടികളാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾ നേരിടേണ്ടി വരിക? അതിലെനിക്ക് 2-3 വശങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഞാൻ താങ്കൾ ചോദിച്ച ഈ കാര്യം അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് കണ്ടില്ല. അതായത് ഏത് ചാനല് എന്ത് ന്യൂസാണ് പുറത്തുവിട്ടത്, അത് അതിജീവിതയുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്ന രീതിയിലാണോ? സുപ്രീം കോടതി വിധിയുണ്ട് 2018 നിപുൻ സക്സേന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, നോ പേഴ്സൺ ക്യാൻ പ്രിന്റ് ഓർ പബ്ലിഷ് ഇൻ പ്രിന്റ്, ഇലക്ട്രോണിക്, സോഷ്യൽ മീഡിയ എറ്റ്സെട്ര ദ നെയിം ഓഫ് ദ വിക്ടിം or even in a remote manner disclose any facts which can lead to the victim being identified and which should make her identity known to the public at large. ഈ അതിജീവിത ആരാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ അതിജീവിതയുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ ആരാണെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ന്യൂസുകൾ കൊടുക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധികൾ വളരെ വ്യക്തമാണ്. അത് രാജ്യത്തെ മുഴുവൻ നിയമമാണ്. അതറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഓർഡറിന്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഹൈക്കോടതി ആരെയാണ് ഇത് എൻട്രസ്റ്റ് ചെയ്തത്? ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഈ മുഴുവൻ റിപ്പോർട്ടും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായിട്ട് പിടിക്കാം. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത് നിന്നാണ് ഈ ന്യൂസ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരാണ് കോടതിയോട് ഉത്തരം പറയേണ്ടത്. അല്ലാതെ ചാനലുകളല്ല. മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആ സോഴ്സ് സാധാരണഗതി കോടതി ചോദിക്കാറില്ല. മാധ്യമ സ്ഥാപനത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിക്കാറില്ല. ആരുടെ കയ്യിലോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഈ ഫുൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിലാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. പുറത്തു വരാത്ത ഭാഗങ്ങൾ, ഇൻഫർമേഷൻ കമ്മീഷൻ ഓർഡർ ചെയ്ത് പുറത്തു വന്ന ഭാഗങ്ങൾ മാത്രമേ മീഡിയയുടെ കയ്യിലുള്ളൂ. അതല്ലാതെ അതിനുപരിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെങ്കിലും വന്ന് മൊഴി കൊടുത്ത കാര്യങ്ങളോ അവിടെ നിന്ന് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദി. വളരെ സ്പഷ്ടമല്ലേ? ഈ മാധ്യമങ്ങൾക്ക് ഈ ന്യൂസ് എവിടെ നിന്നാണ് വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്നു. അതില് നിങ്ങളെ അന്വേഷണത്തിന്റെ പുരോഗമനം മാധ്യമങ്ങളോട് പറയാം, കാരണം ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട്. അതിനുപരിയായിട്ട് അതിന്റെ ഡീറ്റെയിൽസോ അതിലെ ഓരോ ഘട്ടമായിട്ടോ അതിലാര് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളോ ഒന്നും വിശദീകരിക്കരുത് എന്ന്, പ്രത്യേകിച്ച് പ്രഷറൈസ്ഡ് ആകരുത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാനൊരു ഒറ്റ കാര്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു തീർപ്പിലെത്താൻ കഴിയുക? അതായത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നായിരിക്കാം ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത് എന്നൊരു തീർപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? കാരണം ഇത് കോടതി കയറുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 4.5 വർഷക്കാലം സർക്കാരിന്റെ ഫ്രീസറിൽ ഇരുന്ന റിപ്പോർട്ടാണ്. അതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സർക്കാരിന്. അപ്പോൾ തന്നെ ഒരു സിനിമാ മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഇതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഭരണകക്ഷി MLA ആയിരുന്ന ആളുകൾക്ക് ഇതിന്റെ വിവരങ്ങൾ കിട്ടിക്കാണും. അതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഒളിച്ചു കളിച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോഴൊക്കെ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ, ഞാൻ ചോർന്നു എന്നല്ല പറയുന്നത്, അത്തരം സാഹചര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാമല്ലോ. എങ്ങനെയാണ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പക്കൽ നിന്ന് തന്നെയാണ് ചോർന്നു പോയത് എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുക? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ വർക്ക് എൻട്രസ്റ്റ് ചെയ്തതിന് ശേഷം ഹൈക്കോടതി അവരോട് അന്വേഷണം നടത്തണം. നിങ്ങൾ ഇത് ഈ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം, ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ പുറത്ത് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം
അതിനെ സംബന്ധിച്ച് അതിനകത്തുള്ള കാര്യങ്ങളോ അതിനനുബന്ധമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു വരുത്തിയപ്പോൾ ആരെങ്കിലും പറഞ്ഞ മൊഴികളോ അതൊന്നും പുറത്തു പോകാതിരിക്കേണ്ട ബാധ്യത അവർക്കാണ്. ഈ കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട ബാധ്യത അവർക്കാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ വീക്കൻ ചെയ്യാൻ ഒരു പക്ഷെ സഹായിക്കുമായിരിക്കും. ഇതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ WCCക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഗവൺമെന്റിന്റെ അടുത്തല്ല കൊടുക്കേണ്ടത്, അവർ ഹൈക്കോടതിയിലായിരുന്നു ഒരു അപേക്ഷ കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഹൈക്കോടതിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീം ഉത്തരം പറയാൻ ബാധ്യസ്ഥമായിരിക്കുന്നത് ഹൈക്കോടതിയിലോട്ടാണ്. കോടതിയുടെ കീഴിലുള്ള ഒരു അന്വേഷണത്തില് ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് WCC നിങ്ങൾ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു വിശ്വാസം. കാരണം എല്ലാ ഗവൺമെന്റുകളും പൊതുവെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിലെ ഒരു കേസിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എത്രമാത്രം ഫൈറ്റ് ചെയ്തിട്ടാണ് സുപ്രീം കോടതി വളരെ കർശനമായിട്ടുള്ള നിലപാട് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെന്റ് ഓരോ നീക്കുപോക്കുകൾ ചെയ്യുന്നത്. ഗവൺമെന്റ് ഗിൽറ്റി ബൈ ഇനാക്ഷൻ എന്ന് പറയും. അതായത് ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് കൊണ്ട് ഗവൺമെന്റിന് ഒരു ബാധ്യതയുണ്ട്, അവർക്കൊരു ലീഗൽ ലയബിലിറ്റി ഉണ്ട്, അവർ ചെയ്തത് തെറ്റാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ആ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ വീക്കൻ ചെയ്യാനാണോ, ഈ കേസിന്റെ അന്വേഷണം ശരിയായ ഗതിയിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് കുറേശ്ശെ കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് പുറത്തു വന്നിട്ട് ഈ കേസിന്റെ ബലം ചോർന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയോ പ്രബലന്മാരെ പിടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതില് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും ഗവൺമെന്റിനെയാണ് പ്രതിഭാഗത്ത് നിർത്തുന്നത്. കാരണം ഇതിനകത്ത് ഹൈക്കോടതി കുറ്റം കണ്ടെത്തിയത് ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ളതുണ്ട്. അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ബാധ്യത ഉത്തരം പറയാൻ ബാധ്യസ്ഥമായിരിക്കുന്നത് കോടതിയോടാണ്, ഗവൺമെന്റിനോടല്ല. ഒരു സാധാരണ കേസിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്ത് അവിടെയാണ് എന്റെ സംശയം. അതായത് ഇതിന്റെ സ്വകാര്യത, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആത്യന്തികമായി ഇപ്പോൾ കോടതി നിർദ്ദേശം അനുസരിച്ച് അത് SITയിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നാണോ, അതോ അത് ആത്യന്തികമായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണോ? സർക്കാരിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കുമല്ലോ WCC മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതിയത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ തന്നെ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിന്മേലാണ്, ആ നിയമപരമായ ഉറപ്പിന്മേലാണ് പല ആളുകളും ചെന്ന് മൊഴി കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ അത് പാലിക്കപ്പെടാതെ വരുന്നു എന്ന ആശങ്ക അവർക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആശ്രയം എന്ന് പറയുന്നത് സർക്കാരല്ലേ, അതോ കോടതി തന്നെയാണോ നിയമപരമായി? ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ പഴയ DGPമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു താഴെ നിലയിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മുതലുള്ള ഏത് പോലീസ് ഓഫീസർ ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ആർക്കും, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആർക്കും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ അന്വേഷണം ഇന്ന രീതിയിൽ വേണം എന്ന് കൈ കടത്താനുള്ള അവകാശമില്ല. അവിടെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു ഗവൺമെന്റിന്റെ ബാധ്യത എന്താണ്? ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുക, കോടതിയെ വസ്തുതകൾ കണ്ടെത്തുന്നതിൽ സഹായിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. പോലീസിനെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നു, ഗവൺമെന്റ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ടീമിനോട് ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൂടെ പരിശോധിക്കണം, മുഴുവൻ റിപ്പോർട്ട് നോക്കുക, വേണ്ടതുപോലെ ചെയ്യുക, അതിൽ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, വസ്തുതകൾ കോടതിയിൽ സമയബന്ധിതമായിട്ട് ഇവിടെ സമർപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിലെ ആരോടും മറുപടി പറയാനുള്ള ബാധ്യതയില്ല. അവർ ചെയ്യേണ്ട ജോലി ചെയ്തിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കോടതിയിലാണ്. ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം, WCC ചെയ്യേണ്ടിയിരുന്നത്, ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് വസ്തുതകൾ അല്ലെങ്കിൽ എന്തോ വാർത്തകൾ ചോർന്നിട്ടുണ്ട്, അത് SIT അത് ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഹൈക്കോടതിയിലായിരുന്നു. ഗവൺമെന്റിന് ഇതിനകത്ത് തലയിടാൻ യാതൊരു അവകാശവുമില്ല. ഗവൺമെന്റിന് ഇത്രയും എൻഷുർ ചെയ്യാൻ പറ്റൂ. ഞാൻ എന്റെ സംശയം താങ്കളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ നിലയിലാണ്. അതായത് ഇത് SITക്ക് ഈ കേസ് ഫയൽ അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൈമാറിയതിന് ശേഷമാണ് ഇതിലെ വിവരങ്ങൾ ചോർന്നത് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുമോ? അതിനു മുൻപ് തന്നെ ഇത് ഏതാണ്ട് ഈ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട ചില വിവരങ്ങൾ അറിയാതെ തന്നെ ഡിലീറ്റ് ചെയ്യാതിരിക്കുകയും അതിൽ കൂടുതൽ ചില വിവരങ്ങൾ സർക്കാർ ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന ആരോപണം നിലനിന്നിരുന്നതാണ് ഈ കേസിൽ, താങ്കൾക്കറിയാം. അതുപോലെ തന്നെ ഇതിലെ പല വിവരങ്ങളും നേരത്തെ ചോർന്നു പോയത് കൊണ്ടാണ് 4.5 വർഷക്കാലം ഒരു വിത്തൗട്ട് എനി ആക്ഷൻ അത് സർക്കാരിൻ്റെ മേശപ്പുറത്തിരുന്നത് എന്ന വിമർശനവും ഉണ്ടായിരുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ റിപ്പോർട്ട് കൈമാറിയ ശേഷം സംഭവിച്ചതാണ് ഈ വിവര ചോർച്ച എന്ന നിഗമനത്തിൽ എത്താൻ കഴിയുക? SITക്ക് വേണമെങ്കിൽ കൈമലർത്തിക്കൂടെ കോടതിയിൽ, വീണ്ടും ഈ കേസ് കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ? SITയുടെ ബാധ്യതയാണ് SIT ഏൽപ്പിച്ചതിന് ശേഷം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിലെ റിപ്പോർട്ട് മുഴുവനായിട്ട് ഗവൺമെന്റ് വേറൊരാൾക്ക് കൊടുക്കാൻ ബാധ്യതയില്ല. റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് റിഡാക്ട് ചെയ്ത പോർഷൻ ആണ് നമുക്ക് പബ്ലിക്കായി റിവീൽ ചെയ്തത്. ഇൻഫർമേഷൻ കമ്മീഷന്റെ ഓർഡർ വന്ന ശേഷം ഗവൺമെന്റ് പബ്ലിക്കായിട്ട് പൊതുക്ക് കാണുന്ന രീതിയിൽ സമർപ്പിച്ചത്, ഹൈക്കോടതിയിൽ വന്നത് ഒക്കെ ആ കുറച്ച് പോർഷൻസ് റിഡാക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ SITയുടെ കയ്യിലോട്ട് ഹൈക്കോടതി കൊടുത്തത് മുഴുവൻ റിപ്പോർട്ടാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ വാർത്ത വന്നു എന്ന് പറയുന്നത് ഇതിന് ശേഷം നടന്ന ഒരു സംഭവമല്ലേ? ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഹൈക്കോടതിയുടെ ഓർഡറിന് ശേഷം SIT അന്വേഷണം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു വാർത്തയാണല്ലോ. അപ്പോൾ ചോർച്ച നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിന് ശേഷമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് മുമ്പുണ്ടായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാകാനുള്ള സാധ്യതകളില്ലല്ലോ. കാരണം ന്യൂസ് ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. ഞാൻ എന്താണ് എക്സാക്ട് ന്യൂസ് എന്നുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, SITക്കുള്ള ചുമതലയിൽ നിന്ന് അവർക്ക് കൈയൊഴിയാനാവില്ല, അത് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടി വരും. രണ്ട്, ഇതിനകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് യാതൊരു അധികാരവുമില്ല. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മാധ്യമങ്ങൾ പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതിയിലാണ് പറയേണ്ടത്. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ടത് കോടതിയിലാണ്. ഗവൺമെന്റിനെ അത് പുറകിൽ നിന്ന് കൊണ്ടുവന്ന് ഇടപെടിക്കുകയാണെങ്കിൽ അത് ഈ ആടുകൾ തമ്മിലുള്ള യുദ്ധത്തില് ഈ കുറുക്കനെ കൊണ്ടുവന്നത് പോലെ ഒരു അവസ്ഥയായിരിക്കും. ഗവൺമെന്റ് അതിൽ ഇടപെടാനുള്ള അവകാശം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ.